ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കേരള വിഷൻ ബ്രോഡ്ബാൻഡിനെ പറ്റിയിട്ടാണ്. അതായത് നമുക്ക് ബ്രോഡ്ബാൻഡ് രണ്ട് രീതിയിലെടുക്കാം. ഒന്നാമത് നമുക്ക് ഫുൾ പേയ്മെൻറ്റ് ചെയ്തിട്ട്, അതായത് 3000 പേയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് ബ്രോഡ്ബാൻഡ് സെറ്റപ്പ് ബോക്സ് ഇവിടെ വയ്ക്കാവുന്നതാണ്. പിന്നെ രണ്ടാമെന്ന് പറയുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് അവർ തരും. അതായത് മോഡും എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് തരും. നമ്മൾ 2 വർഷം കണ്ടിന്യൂസ് ആയിട്ട് റീചാർജ് ചെയ്യണം. അതിൻ്റെ ഇടയിൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു തക്കക്കേട് വരികയോ അല്ലെങ്കിൽ റീചാർജ് ചെയ്യാൻ പറ്റാണ്ട് വരികയോ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ കണക്ഷൻ കട്ടാക്കുന്നതായിരിക്കും. രണ്ടാമത്തെ ഇതിൽ പറഞ്ഞ പോലെ നമുക്ക് പൈസ കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ മറ്റൊന്നുള്ളത് അത് 3000 കൊടുത്ത് പിന്നെ നമുക്ക് വച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് എപ്പോഴും റീചാർജ് ചെയ്യാണ്ടിരിക്കാം. കട്ടാക്കുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ മറ്റേതാകുമ്പോൾ നമ്മൾ 2 കൊല്ലത്തേക്ക് റീചാർജ് ചെയ്യണം. കറക്റ്റായിട്ട് റീചാർജ് ചെയ്ത് പോകണം. ഡ്യൂസൊന്നും വരുത്താണ്ട് റീചാർജ് ചെയ്ത് പോയില്ലെങ്കിൽ അവരത് കട്ടാക്കും. പിന്നെ 2 ഇയേഴ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വന്തമായിട്ട് യൂസ് ചെയ്യാം. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റെ നെറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമുക്കൊരു 30 MB സ്പീഡെല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ ഞാനിത് വാങ്ങിച്ച് പിന്നെ തൊട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് കണ്ടിന്യൂസ് യൂസാണ്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് അത് ഒരു നൈറ്റ് നമ്മൾ എടുത്ത ടൈമിൽ നമുക്ക് നൈറ്റൊക്കെ ചെറിയ ഒരു ലാഗ് വരുമായിരുന്നു. ഇടയ്ക്ക് ഓണാക്കി ഓഫ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. ഇടയ്ക്ക് നൈറ്റ് ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ അങ്ങനെ ചെറിയൊരു ലാഗ് വരാറുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് ഓഫ് ചെയ്ത് ഓണാക്കി ചെയ്യുമ്പോൾ അത് ഓക്കെ ആവും. മെയിനായിട്ട് ഞാനിപ്പോൾ കസ്റ്റമർ കെയറുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് കൊടുക്കാനാണ് പറയുന്നത്. ഞാനൊക്കെ കണ്ടിന്യൂസ് എപ്പോഴും അത് ഓണാക്കി ഇടുന്നതുകൊണ്ട് അത് കണ്ടിന്യൂസ് യൂസാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാത്ത ടൈമിൽ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിന് അത്യാവശ്യം റെസ്റ്റ് കിട്ടുമ്പോൾ ഓക്കെ ആവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഓഫ് ചെയ്യുമ്പോൾ നമുക്കത് ഓക്കെ ആവാറുമുണ്ട്. വലിയ കുഴപ്പമില്ല. പിന്നെ അത് അത്യാവശ്യം കുഴപ്പമില്ല. സ്പീഡെല്ലാം അത്യാവശ്യം ഉണ്ട്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ പോകുന്ന ഒരു വിഷയം വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് ഓണാക്കി കഴിഞ്ഞാൽ ഓക്കെ ആവും. വേറെ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആണ്, കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ പ്ലാൻസ് വരുന്നത് നമുക്ക് 471 രൂപയാണ് അടുത്താണ് വരുന്നത്. പ്ലാൻസ് വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. 4000 GB ഡാറ്റ നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഏറ്റവും കുറഞ്ഞ പ്ലാനാണ്. അത് നമുക്ക് ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പോൾ മറ്റേ സ്കീമിൽ വെച്ചവർക്കും ഈ സ്കീമിൽ വെച്ചവർക്കും പ്ലാൻസിൽ ചിലപ്പോൾ ഒരു വേരിയേഷൻസ് ഉണ്ടാവാം. അക്കോർഡിംഗ് ടു അവർ അതായത് നമ്മൾ ഇത് വച്ചിരിക്കുന്നതനുസരിച്ച്. അപ്പോൾ അത് ചിലവർക്ക് ഇപ്പോൾ 420 ഉണ്ടാവില്ല ചിലവരിൽ. അപ്പോൾ ചിലവരിൽ ഉണ്ടാവും. അതിനായിട്ട് നമുക്ക് മെയിനായിട്ട് KBL എന്ന് പറയുന്ന നമ്മുടെ പ്ലേ സ്റ്റോറിൽ തന്നെയുള്ള ആപ്പ് ഉണ്ട്. അതുവഴിയാണ് റീചാർജ് ഒക്കെ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പം. നമുക്ക് അവിടെ വിളിച്ച് പറയേണ്ട ആവശ്യമില്ല. അവർ കറക്റ്റായിട്ട് നമുക്ക് തന്നെ ചെയ്യാം. അതായത് ഗൂഗിൾ പേ വഴിയാണെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് റീചാർജ് ചെയ്യാവുന്നതാണ്. അത് ക്യാഷ് ഫ്രീ ആണ്. അതിന് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ മെയിനായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ നമ്മുടെ ആധാർ കാർഡ് അതുപോലെ തന്നെ ഇത് കൊടുത്ത് ഇവിടെ ഓഫീസിൽ കൊടുത്താൽ മതി. അതായത് ഈ സൗജന്യമായിട്ടുള്ള ഓഫർ കഴിയുന്നതിന് മുന്നേ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ 2 കൊല്ലത്തേക്ക് കണ്ടിന്യൂസ് യൂസിങ് ആണെങ്കിൽ നിങ്ങൾക്ക് ലാഭം ഇതായിരിക്കും. കാരണം ഫ്രീ ആയിട്ട് വയ്ക്കുന്നതായിരിക്കും. കാരണം അതാകുമ്പോൾ നമുക്ക് മറ്റേ എക്സ്ട്രാ ഫീ വരുന്നില്ല, റീചാർജിൻ്റെ ഫീ മാത്രം വരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ആലോചിച്ചിട്ട് ഒരു ഡിസിഷൻ എടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് റീചാർജ് ചെയ്യാനുള്ള ഒരു സംഭവം പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് KBLൻ്റെ ഈ ഒരു ആപ്പാണ്. ഇതിൽ നമുക്ക് ഹോം സ്ക്രീൻ കാണാം. ഇത് നമ്മൾ സെക്ഷൻസൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് സ്റ്റാർട്ട് ചെയ്ത ടൈം അങ്ങനെയുള്ള സെക്ഷൻസ് എല്ലാം കാണിക്കും. പിന്നെ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റീചാർജ് വരും. ഇതിൽ നമുക്ക് പ്ലാൻസ് സെലക്ട് ചെയ്യാം. അതായത് റീചാർജിനൊക്കെ ശേഷം നമുക്കിങ്ങനെ പ്ലാൻസ് വരും. അപ്പോൾ ഞാൻ ടോട്ടലി 3420 ചെയ്യാറ്. അത് 30 ഡേയ്സ് വാലിഡിറ്റി ഉള്ളത്. അപ്പോൾ ഇതല്ലാത്തവർക്ക് വേറെയും അതായത് മോർ പ്ലാൻസ് ഉണ്ട്. അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അത് ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ താഴെ അവർ ബെസ്റ്റ് പ്ലാൻസ് കാണുന്നുണ്ട്. 470.82, പിന്നെ 529, 5088, അതുപോലെ കുറേ പ്ലാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും കുറവുള്ളത് മതിയാകും. കാരണം ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തീർക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യാറ്. അപ്പോൾ നിങ്ങളതുപോലെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്യാം. അതിലിപ്പോൾ നമുക്ക് റീചാർജ് നോക്കി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇൻ്റർഫേസ് വരും. അപ്പോൾ അതിൽ നമുക്ക് ആദ്യത്തെ 250 ചെയ്ത ശേഷം നമുക്ക് ഇതെല്ലാം സെലക്ട് ചെയ്യാം. ഡീറ്റെയിൽസൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യാം. പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ എല്ലാം ഇവിടെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമുക്ക് മേക്ക് പേയ്മെൻറ്റ് ചെയ്യണം. മേക്ക് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മളോട് ഇങ്ങനെ ഒരു ഇത് ചോദിക്കും. അപ്പോൾ നമ്മൾ പേനോ അടിക്കാം. അതിനുശേഷം നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും. ഇതിൽ നമുക്ക് ഫ്രീ ആണ്.
അതിൽ നമ്മൾ മറ്റേ റൈസൂർ പേ ആണ് സെലക്ട് ചെയ്തുകൊണ്ട് ഫ്രീ, ക്യാഷ് ഫ്രീ അതുപോലെയൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സർവീസ് ചാർജ് വരും. അതിൽ നമ്മൾ നമ്മുടെ ഗൂഗിൾ പേ ഐ ഡി അടിക്കുക. അതായത് ഇവിടെ നമ്മുടെ ഗൂഗിൾ പേ ഐ ഡി എന്താണോ എന്തെങ്കിലും ഇങ്ങനെയൊക്കെയോ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അടിക്കുക. എന്നിട്ട് നമ്മുടെ പേനാവ് അടിച്ച ശേഷം, പേനാവ് ഇപ്പോൾ പോകില്ല കാരണം കറക്റ്റ് ഇല്ലാത്തതുകൊണ്ട്, പേനാവ് അടിച്ച ശേഷം നമ്മുടെ ഗൂഗിൾ പേയിലേക്ക് വരുന്ന ഒരു റിക്വസ്റ്റ് വരും. അപ്പോൾ ആ റിക്വസ്റ്റ് വന്ന ശേഷം നമ്മൾ നമ്മുടെ എമൗണ്ട് അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലോട്ട് പേനാവ് പോകും. ഇതിൽ പേനാവ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിക്വസ്റ്റ് വരും. അവിടെ നമ്മൾ പേനാവ് അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ പേയിൽ പേനാവ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിന്ന് എമൗണ്ടും പോകും. അത് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് സംഭവം. ഇത്രയൊക്കെ ഉള്ളൂ കേരള വിഷൻ. അത്യാവശ്യം കുഴപ്പമില്ല, വലിയ അത്യാവശ്യം സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം കാര്യങ്ങളും അത്യാവശ്യം സ്പീഡൊക്കെ കിട്ടുന്നുണ്ട്. ലാഗ് അങ്ങനെയില്ല. പിന്നെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് അതിന് വിശ്രമം എന്ന് പറയുന്നത് അത്യാവശ്യ ഘടകമായതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഓണൊക്കെ ഓഫ് ചെയ്ത് എനിക്ക് കിട്ടാണ്ടായി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കി ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് ഓക്കെ ആവും. അല്ലാണ്ട് വേറെ അത്യാവശ്യം സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പേര് മാറ്റാൻ പറ്റും എന്ന് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് ജസ്റ്റ് മെൻഷൻ ചെയ്യാറ്. കാരണം അതിലവർ നമുക്ക് വാങ്ങിക്കുമ്പോൾ അവരുടെ ഇതിൻ്റെ തന്നെ പേരായിരിക്കും. അപ്പോൾ നമുക്കത് നമ്മുടെ സിസ്റ്റത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പേര് നമ്മുടെ ഇഷ്ടത്തിനുള്ള എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അങ്ങനെ എല്ലാവരും, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻ ഏതാണെന്ന് വെച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ പറയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പോയിട്ട് ഓഫീസിൽ പോയി ഫ്രീ മോഡാണെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യാം. മറ്റേതാണെങ്കിൽ കുഴപ്പമില്ല, ഇതിപ്പോഴും ഉണ്ടാവും. സൗജന്യമായിട്ടുള്ളതിൻ്റെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല, മാറാതിരിക്കാൻ അറിയില്ല. അപ്പോൾ എല്ലാവരും അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ബൈ, ഗുഡ് ബൈ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഞാൻ അതിനുള്ള എല്ലാ ഉത്തരവും തരുന്നതായിരിക്കും.